പണ്ടുള്ളവർ പറയായിരുന്നു കോഴി കൂവിയാൽ പുരപ്പുറത്തെറിയണം എന്നുള്ളത്. അതിൻ്റെ ആ ഒരു ശാസ്ത്രവശം എന്താണ് എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. ഇവരെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അമ്മക്കോഴിയുടെ സ്നേഹവും കൂടി കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവരെ വളർത്തിയത്. പക്ഷേ ആളുകൾ ചോദിച്ചു വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടായിട്ടും നമ്മളത് കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ രണ്ട് പ്രശ്നങ്ങൾ വരും. ഒന്ന്, ആ കസ്റ്റമറിനെ നമുക്ക് നഷ്ടപ്പെടും. രണ്ട്, അവരത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യും. അപ്പം എന്താ സംഭവിക്കുക? അവിടെ ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവർ കോഴിയൊന്നും കൊടുക്കില്ല. ഇങ്ങനെയാണ് ഉണ്ടാവുക. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല, കാരണം അതിപ്പോൾ നമ്മളായാലും പറയില്ലേ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കോഴിയെ വാങ്ങാൻ ആര് വന്നാലും അത് ചെറുതായാലും വലുതായാലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിടിച്ചങ്ങ് കൊടുത്തേക്കണം. ഞാനിത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചാൽ അതോടെ തീർന്നു, നമ്മുടെ കാര്യത്തിലൊരു തീരുമാനമായി കിട്ടും. ഞാൻ ഈ പ്രാവശ്യം 2 സെറ്റ് വിരിയിപ്പിക്കണം എന്നൊക്കെ പ്ലാൻ ഇട്ടിരുന്നു. എൻ്റെ അടുത്തുള്ള കോഴികളിൽ പലതും പോയി. പൂവൻ കോഴികളാണെങ്കിൽ ഫുൾ സ്റ്റോക്ക് കഴിഞ്ഞു. അതുപോലെ കുഞ്ഞുമക്കൾ ഒട്ടും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പം എൻ്റെ കയ്യിലുള്ള കോഴികളുടെ എണ്ണം വളരെ കുറവാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കോഴിക്കോട് ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച കാര്യം. എൻ്റെ നാട് കോഴിക്കോടാണ്, പക്ഷേ എൻ്റെ വീടിൻ്റെ ഭാഗത്തല്ല കേട്ടോ പക്ഷിപ്പനി ഉള്ളത്. എന്നാലും അത് കേട്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. ഞാൻ കോഴിയെ വളർത്തുന്ന ഒരാളായതുകൊണ്ട് ഒരു കോഴിയെ വളർത്തി വലുതാക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അയൽവാസികളെ വെറുപ്പിക്കാതെ, വീട്ടുകാരെ വെറുപ്പിക്കാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ എത്ര കെയർ ചെയ്താണ് ഓരോ ആളുകളും അവരെ വളർത്തിയെടുക്കുന്നത്. പക്ഷിപ്പനി എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ആ ഒരു പക്ഷിപ്പനിയുടെ പേരും പറഞ്ഞ് ഒരുപാട് കോഴികളെ അവരില്ലാതാക്കുന്നുണ്ട്. പക്ഷേ ഇനി വരും വർഷങ്ങളിൽ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തൽക്കാലം ഇതൊന്ന് സ്റ്റോപ്പാക്കി വെക്കുക എന്നുള്ളത്. അതുമാത്രമല്ല, വേനലായി, നന്നായിട്ട് ചൂട് കൂടിയിട്ടുണ്ട്. ഈ സമയത്ത് കോഴികളെ വളർത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. ചൂട് കോഴികൾക്ക് സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴക്കാലത്തും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് വേനൽക്കാലമാണ് കുറച്ചും കൂടി ഒരു പ്രയാസമായിട്ട് തോന്നിയിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ കോഴിമുട്ട ചോദിച്ച് വരാറുണ്ട് അവർക്ക് വിരിയിക്കാൻ. വേനൽക്കാലത്ത് വരുന്ന സമയത്ത് ഞാനങ്ങനെ ഒരുപാട് മുട്ട കൊടുക്കാറില്ല കേട്ടോ അവർക്ക് വിരിയിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെ അടുത്തുനിന്ന് കോഴിമുട്ട വാങ്ങി കൊണ്ടുപോയിട്ട് അത് വിരിഞ്ഞിട്ടില്ലെങ്കിൽ അവർ പറയും നമ്മളവരെ പറ്റിച്ചെന്നുള്ളത്. വേനൽക്കാലത്ത് മുട്ട പെട്ടെന്ന് ചീത്തയാവും. അതായത് ചൂടും കോഴിയുടെ ചൂടും കൂടി വരുന്ന സമയത്ത് ഒരു പക്ഷേ വിരിഞ്ഞ് കിട്ടണമെന്നില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് നന്നായിട്ട് വിരിഞ്ഞ് കിട്ടാറുമുണ്ട്. അതുകൊണ്ട് വേനൽക്കാലത്ത് കോഴിമുട്ടയൊക്കെ വെക്കുന്ന ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഫ്രഷ് മുട്ട തന്നെ എടുത്ത് വിരിയിപ്പിക്കുക കേട്ടോ. അതായത് കുറേ ദിവസമൊക്കെ എടുത്ത് വെച്ച മുട്ടകൾ ഉപയോഗിക്കാതിരിക്കുക. പുതിയ മുട്ടകൾ എടുത്ത് വയ്ക്കുക. അതുപോലെ മുട്ട ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ച മുട്ടകൾ വിരിയില്ല എന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട്. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച മുട്ട വിരിയും കേട്ടോ. ഞാൻ എൻ്റെ ഇൻക്യുബേറ്ററിൽ ഒരു 50 മുട്ടയോളം വേണം. പക്ഷെ അത്രയും മുട്ട നമുക്ക് പുറത്ത് വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വയ്ക്കാറ്. മുട്ട ഇന്ന് രാത്രിയാണ് ഇൻക്യുബേറ്ററിൽ വെക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ എടുത്തിട്ട് പുറത്ത് വയ്ക്കും. വൈകിട്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ തണുപ്പെല്ലാം മാറിയിട്ട് അത് സെറ്റാവും. പിന്നെ എനിക്ക് ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെച്ചാലുള്ളൊരു ഗുണം എന്ന് തോന്നിയത് എല്ലാ മുട്ടയും ഏകദേശം ഒരേ ടൈമിൽ നമുക്ക് വിരിഞ്ഞ് കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഗുണം. കോഴിക്ക് വെക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ കിട്ടാറില്ല. ഇന്നൊരു 4 വിരിഞ്ഞ് ബാക്കി നാളെ അങ്ങനെ രാവിലെ വെച്ച അങ്ങനെയൊക്കെ ആയിട്ടാണ് വിരിഞ്ഞ് കിട്ടാറ്. പക്ഷേ ഇൻക്യുബേറ്ററിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് വിരിഞ്ഞ് കിട്ടാറുണ്ട്. അതുകൊണ്ട് വേനൽക്കാലമാണ് എല്ലാവരും കോഴിമുട്ടയൊക്കെ എടുത്ത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ തണുപ്പൊന്ന് കുറച്ചിടുക. ഒരു ബോക്സിലാക്കിയിട്ട് ഏറ്റവും താഴത്തെ തട്ടിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇവിടെ കോഴിക്കോട് ജില്ലയിലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് മുക്കത്ത് പോയാൽ അവിടുന്ന് കോഴിമക്കളെ വാങ്ങാൻ കിട്ടും. ഞാനിതുവരെ വാങ്ങിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം അവിടുന്ന് കുറച്ച് കോഴികളെ വാങ്ങിയാലോ എന്നുള്ളൊരു പ്ലാനിങ്ങും എനിക്കുണ്ട്. നോക്കട്ടെ. അവിടെ നമ്മൾ ബുക്ക് ചെയ്താൽ ഒരു 6-7 മാസത്തിൻ്റെ ഉള്ളിലാണ് നമുക്ക് കിട്ടുക. ഞാൻ ഇതിൻ്റെ മുന്നേ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും അവർ വിളിച്ചിട്ടില്ല. ഞാനിവിടെ കണ്ടിട്ടില്ല കേട്ടോ. ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം പക്ഷിപ്പനി വന്ന സമയത്ത് അവിടെ അടച്ചു പൂട്ടിയതായിരുന്നു. പിന്നീട് അങ്ങനത്തെ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവരിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോയാലും നമുക്ക് എല്ലാ സൈസിലുള്ള കോഴികളെയും കിട്ടും കേട്ടോ. വിരിഞ്ഞ് ഒരു ദിവസമായത്, അതുപോലെ പൂവൻ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, പിടക്കോഴികൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, കാടക്കോഴികൾ, നാടൻ, ഗ്രാമശ്രീ, ഗ്രാമപ്രിയ, കൈരളി എല്ലാം കിട്ടും.
ഇപ്പോൾ കോഴിക്കോടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ പോയി നോക്കുക കേട്ടോ. നിങ്ങൾക്കിങ്ങനെ വിരിയിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പോയാൽ അവിടെ നിന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു ബൾബ് ഇട്ടിട്ട് വളർത്തിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എപ്പോഴും, ഞാൻ ഇടയ്ക്ക് അവരെ പറ്റിക്കാറുണ്ട് എന്നുള്ളത്. കുറച്ച് അരി, അതുപോലെ ഗോതമ്പ്, കുറച്ച് തീറ്റ, അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതാണ് കേട്ടോ. ഇപ്പം ഇന്ന് ഞാൻ ഇവർക്ക് ഇതാണ് കൊടുക്കുന്നത്. കാരണം അവരെല്ലാം തിന്ന് പഠിക്കണമല്ലോ. എപ്പോഴും നമുക്ക് തീറ്റ മാത്രം കൊടുക്കാൻ പറ്റില്ല. ഒരു നേരം ഞാൻ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാറുണ്ട്. സ്റ്റാർട്ടറാണ് അവർക്കിപ്പോൾ കൊടുക്കുന്നത്. സ്റ്റാർട്ടറിന് 50 രൂപയാണ്. അപ്പോൾ ആ സ്റ്റാർട്ടറിലേക്ക് ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് അരിയും കുറച്ച് ഗോതമ്പും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നത്. ഇതിപ്പം ഇവർ പോകുന്നതിൻ്റെ മുന്നേ ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട് ഉറങ്ങി ഇവർ പോയതിന് ശേഷം. ഒച്ചപ്പാടോ ബഹളോ ഒന്നും തന്നെയില്ല. ഇവരെപ്പോഴും ഇങ്ങനെ വിളിക്കുകയായിരുന്നു കേട്ടോ. കൂട് തുറക്കുമ്പോഴത്തേക്ക് പുറത്തേക്ക് ചാടി വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ വലിയവരും എന്താണെന്നറിയില്ല, അവരും സൈലൻ്റായി. ഇവർ സൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവരും ഇങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പം ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ല. പൂവൻകോഴികളുണ്ടായിരുന്നു, അവരും ഭയങ്കര കൂവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരും പോയി. നിലവിലിപ്പം കുറച്ച് പിടക്കോഴികളും പിന്നെ പൂവൻകോഴികളുണ്ട് കേട്ടോ. അവർ ചെറുതാണ്, അവർ കൂവി തുടങ്ങിയിട്ടില്ല. ഇപ്പം മൊത്തത്തിൽ സൈലൻ്റാണ്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ അടുക്കളയിൽ വന്ന് നോക്കിയ സമയത്ത് ഒരനക്കോ ബഹളോ ഒന്നും തന്നെയില്ല. പൂവൻകോഴികളുണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ അവർ പുലർച്ചയ്ക്കൊക്കെ കൂവും. അവർക്ക് നമ്മൾ ലൈറ്റ് ഇട്ടാൽ നിലാവെളിച്ചം കണ്ടിട്ട് നേരം വെളുത്തെന്ന് വിചാരിച്ചിട്ട് അവർ പുലർച്ചയ്ക്കൊക്കെ കൂവും. പണ്ടുള്ളവർ പറയുമായിരുന്നു രാത്രി കോഴി കൂവിയാൽ പുരപ്പുറത്തെറിയണം എന്നുള്ളത്. അതിൻ്റെ ആ ഒരു ശാസ്ത്രവശം എന്താണ് എന്നുള്ളത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ. അങ്ങനെ പുരപ്പുറത്തെറിയുകയാണെങ്കിൽ ഞാനിവിടെ ഉള്ള മുഴുവൻ പൂവൻകോഴികളെയും പുരപ്പുറത്തെറിയേണ്ടി വരും. കാരണം എല്ലാവരും ഒരാൾ കൂവിയാൽ മറ്റുള്ള ആളുകൾ മത്സരിച്ച് അവരുടെ കൂടെ കൂവും. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, രാത്രി ഒരു പക്ഷേ വേറെ ഏതെങ്കിലും സ്ഥലത്തു നിന്ന് കോഴി കൂവുന്നുണ്ടാവും. അത് കേട്ടിട്ടും ഇവർ കൂവാറുണ്ട് കേട്ടോ. വേനൽ തുടങ്ങി, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. കോഴികൾക്ക് വേനൽക്കാലം എന്ന് പറഞ്ഞാൽ അവർക്ക് ചൂട് താങ്ങാൻ പറ്റില്ല. എനിക്ക് മഴക്കാലത്തിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് തോന്നിയത് വേനൽക്കാലമാണ്. അതുകൊണ്ട് കോഴികൾക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കുക. പിന്നെ ഗ്ലൂക്കോസ് പൊടിയൊക്കെ നല്ലതാണ് കേട്ടോ. ഗ്ലൂക്കോസ് പൊടിയൊക്കെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് വല്ലപ്പോഴും ആഴ്ചയിൽ 2 ദിവസം അതൊരു സ്പൂണ് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം മഞ്ഞൾ കലക്കിയിട്ട് വെള്ളം വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ശർക്കര, ഒരു കഷ്ണം ശർക്കര ഇട്ടിട്ട് ആ വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം വെള്ളം നിങ്ങൾ കൊടുക്കുക. എപ്പോഴും അവർക്ക് വെള്ളം കിട്ടുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ ഫുഡും നന്നായിട്ട് കൊടുക്കുക. പിന്നെ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളാണ് എങ്കിൽ നിങ്ങൾ പുല്ലോ അല്ലെങ്കിൽ വാഴയുടെ ഇലയൊക്കെ ഒന്ന് വെട്ടിയും കാഞ്ഞവർക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് കണ്ടോ, ഇതാണ് ചായമൻസ. ഞങ്ങളുടെ നാട്ടിലേക്ക് ചായമൻസ എന്നാണ് കേട്ടോ പറയുക. അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണ് ഈ ഒരു ചെടിക്ക് എന്ന് പറയുക. ഇത് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് ഒരു കൊമ്പ് കൊണ്ടുവന്നിട്ട് ഇവിടെ കുഴിച്ചിട്ടതായിരുന്നു. ശരിക്കും ഞാനിത് കോഴിക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ വെച്ച് പിടിപ്പിച്ചത്, ഞങ്ങൾക്ക് ഉപ്പേരി വെക്കാനായിരുന്നു കേട്ടോ. അപ്പം ആരോ ഒന്ന് പറഞ്ഞു ഇതിന് സയനൈഡിൻ്റെ അംശം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് പേടിയായി ഉപ്പേരി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതുവരെ ഇത് ഉപ്പേരി വെച്ച് കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇത് കോഴികൾക്ക് കൊടുക്കും. കോഴികൾക്ക് കൊടുക്കുകയാണെങ്കിലും കൂടി അവർക്ക് ഡെയിലി ഞാൻ കൊടുക്കാറില്ല കേട്ടോ. ഇത് ഡെയിലി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല, കാരണം അങ്ങനെ ഒരു പേര് പറഞ്ഞത് കൊണ്ട്. അപ്പം ഞാൻ എന്താകും, ആഴ്ചയിൽ 2 ദിവസമൊക്കെ അവർക്ക് കൊടുക്കും. അതിപ്പം നന്നായിട്ട് വളർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഒരു കമ്പ് എവിടെ കുത്തിയിട്ടാലും നന്നായിട്ട് വളർന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെടി നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ മഴ വരുന്ന സമയത്ത് അതിട്ടാൽ ഒരു 4 കമ്പ് എടുത്തിട്ട് വരമ്പത്തൂടെയോ മുറ്റത്തൂടെയോ എവിടെയെങ്കിലും കുഴിച്ചിടുക. അതാകുമ്പോൾ നിങ്ങൾക്ക് പുല്ലും തപ്പി പോകേണ്ട ഒരാവശ്യമില്ല. വേനലായാലും തുടക്കത്തിലൊക്കെ നമുക്ക് പുല്ല് കിട്ടും. കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുല്ല് കിട്ടാതെ വരും. ആ ഒരു സമയത്ത് ഈ ഒരു ചെടിയിലെ ഇലകൾ നമുക്ക് ഇവർക്ക് പറിച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇലകൾ കൊടുക്കുക കേട്ടോ. അതുപോലെ വാഴ കിട്ടുകയാണെങ്കിൽ വാഴേൻ്റെ ആ ഒരു ഉണ്ണിക്കാമ്പൊക്കെ ഉണ്ടല്ലോ, വാഴത്തട്ട, അതൊക്കെ നന്നായിട്ട് കൊടുക്കുക. ഇനി വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ വലിയ വട്ടച്ചെമ്പ് അല്ലെങ്കിൽ വലിയ പാത്രത്തിലൊന്നും വെള്ളം കൊടുക്കാതിരിക്കുക. ഇതുപോലെയുള്ള അടപ്പുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ 20 രൂപയ്ക്കാണ് വാങ്ങിയത്. 20-25 അതിൽ കൂടുതലൊന്നും വേണ്ട. അതാവുമ്പം ഇതുപോലെ ഒരു ബോട്ടിലിന് ഇട്ട് കൊടുത്താൽ മതി.
ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഈ ബോട്ടിൽ എവിടുന്നാണ് വാങ്ങിയത് എന്നുള്ളത്. ബോട്ടിൽ സാധാ ബോട്ടിലാട്ടോ, നമ്മുടെ പെപ്സി സെവനപ്പിൻ്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടാവുമല്ലോ, അതിൽ വെള്ളം നിറച്ചിട്ട് ഈ ഒരു അടപ്പിട്ട് കൊടുത്താൽ മതി. അതാകുമ്പം വെള്ളം എങ്ങോട്ടും പോവില്ല, അവർക്ക് കറക്റ്റ് കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല വെള്ളത്തിൽ ഒരുപാട് അഴുക്കുകൾ ഉണ്ടാവുകയില്ല കേട്ടോ. ഈ വെള്ളത്തിൽ അഴുക്ക് വരുന്ന സമയത്ത് ആ വെള്ളം ഇവർ കുടിച്ചാൽ വീണ്ടും ഇവർക്ക് അസുഖങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഞാനും ആദ്യമൊക്കെ ഈ ഒരു വലിയ വട്ടപാത്രത്തിലൊക്കെ ആയിരുന്നു വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ അതിൽ ഇറങ്ങി നിൽക്കും, അതിൽ നിന്ന് പുറത്തേക്ക് ചാടും. അപ്പോൾ ഇവരുടെ കാലുമേലുള്ള എല്ലാ അഴുക്കുകളും കോഴിക്കാട്ടം വരെ ആ ഒരു വെള്ളത്തിലാവും. ആ വെള്ളം തന്നെ ഇവർ കൊത്തി കുടിക്കും. അങ്ങനെയാണ് ഞാനിത് ഫോണിൽ കാണുന്നത്, ഈ ഒരു സംഭവം. അങ്ങനെയാണ് ഞാനിത് വാങ്ങുന്നത്. എന്നിട്ടിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒരു 5-6 പോലെ ഉണ്ട്. ഞാനത് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതുപോലെ എനിക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് എനിക്കിതുപോലെ സെവനപ്പിൻ്റെയോ അല്ലെങ്കിൽ പെപ്സിൻ്റെയൊക്കെ കുപ്പികൾ കിട്ടുന്ന സമയത്ത് ഞാനതെടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കും. ഇതൊരു ബോട്ടിൽ ഞാൻ കൊടുക്കും. ഏകദേശം ആ ഒരു ബോട്ടിൽ ചിലപ്പോൾ പൂപ്പലൊക്കെ പിടിക്കും, എന്നാലും ഞാൻ ടൂത്ത് ബ്രഷൊക്കെ വെച്ച് ഉള്ളിൽ കഴുകി കൊടുക്കും. പിന്നെ കുറേ കഴിയുന്ന സമയത്ത് ആ കുപ്പിക്ക് ഒരു പഴക്കം വരുന്ന സമയത്ത് ഞാൻ ആ ഒരു കുപ്പി ഒഴിവാക്കിയിട്ട് അടുത്ത പുതിയ കുപ്പി എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചെറിയ കുപ്പികൾ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോൾ 2-3 കോഴികളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയത് കിട്ടും, സെവനപ്പിൻ്റെ ഒക്കെ ചെറുത്, അതും വെച്ച് കൊടുക്കാം. അതാവുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ ബോട്ടിലുകളിൽ വെള്ളം നിറച്ച് വയ്ക്കാം. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ട്, അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ മുകളിൽ തന്നെ ഒരു 5-10 കുപ്പിയിൽ വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചാൽ ഓരോ ബോട്ടിൽ തീരുമ്പം ആ അടപ്പ് ഊരിയിട്ട് അടുത്ത ബോട്ടിലിൽ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് അവർക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. കൂട്ടിൽ വെള്ളം മറിയില്ല. കൂട്ടിൽ വെള്ളം മറിയുന്ന സമയത്താണ് കൂട് നനയുക. കൂട് നനയുന്ന സമയത്ത് ആകെ വൃത്തികേടാവും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്, പെട്ടെന്ന് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതുപോലെയുള്ള അടപ്പിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ, വെച്ച് കൊടുത്താൽ കൂടും നാശാവില്ല, അവർക്ക് നന്നായിട്ട് വെള്ളം കുടിക്കാനും പറ്റും. ഇന്ന് എനിക്ക് കുറച്ച് കോഴിമുട്ട കൊടുക്കാനുണ്ട്. വേറെ എങ്ങോട്ടല്ല, അടുത്ത വീട്ടിലേക്കാണ്. ഞാൻ ഇത്രയും വർഷങ്ങളായി കോഴീനെ വളർത്തുന്നെങ്കിലും കൂടി ഞാൻ ഇതുവരെയായിട്ടും ഷോപ്പിലോ കടയിലോ ഇതുവരെയായിട്ടും എൻ്റെ കോഴിമുട്ട കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. എനിക്കങ്ങനെ കൊടുക്കാനുള്ള കോഴിമുട്ട എൻ്റെ കയ്യിലില്ല കേട്ടോ. ഞാൻ അടുത്ത വീടുകളിൽ കൊടുക്കും, പിന്നെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് എടുക്കും. അതുപോലെ എനിക്ക് ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിപ്പിക്കാനാണെങ്കിൽ 50 കോഴിമുട്ട വേണം. അപ്പം ഇത് എല്ലാം കൂടി കഴിച്ചിട്ട് എനിക്ക് ഷോപ്പിലൊന്നും കൊടുക്കാനുണ്ടാവാറില്ല. അത് മാത്രമല്ല നാടൻ കോഴികളാണല്ലോ, BV380 ആണെങ്കിൽ നമുക്ക് ഡെയിലി മുട്ട കിട്ടും. അത് നമ്മൾ എത്ര കൊടുത്താലും ബാക്കി ബാലൻസ് വരും. ഇതിപ്പോൾ നാടൻ കോഴികളായതുകൊണ്ട് അവരൊരു 15 മുട്ടയിട്ടാൽ അവർ പൊരുത്താവും. അത് കഴിഞ്ഞ് ചില കോഴികൾ ഒരാഴ്ച കഴിഞ്ഞാൽ എണീറ്റങ്ങ് പോവും. ചില കോഴികൾ 2 മാസത്തോളം ആ ഒരു കിടന്ന കിടപ്പ് കിടക്കും. അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ കോഴീനെ, അതായത് നാടൻ കോഴീനെ നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ട ആ ഒരു സമയം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഏറ്റവും കൂടുതൽ പൂവൻ കോഴികൾക്കൊക്കെ ചിലവ് വരുന്ന ഒരു സീസൺ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഏതാണെന്നൊന്ന് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം. ഞാൻ ഏകദേശം ആ ഒരു സീസൺ കണക്കാക്കിയിട്ടാണ് കൂടുതലും കോഴികളെ വിരിയിച്ചിറക്കാറ്. അപ്പം അത് നിങ്ങൾക്ക് കൂടി അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരു ട്രേ വാങ്ങിയതാണ്. ജസ്റ്റ് ഈ ട്രേ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ, പക്ഷേ നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്ത് വെച്ചതേ ഉള്ളൂ. ഞാനിവിടെ കുറച്ച് താറാവിനെയൊക്കെ വളർത്തിയിരുന്നു. അപ്പോൾ അന്ന് താറാവിൻ്റെ മുട്ട വയ്ക്കാനായിട്ട് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഈ ട്രേ. എനിക്കിവിടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഒരു തോടൊക്കെ ഒഴുകി പോകുന്നുണ്ട്. പക്ഷേ താറാവ് എന്തോ അത്ര അങ്ങോട്ട് സെറ്റാകുന്നില്ല. എൻ്റെ അടുത്തൊരു 10-25 താറാവ് പോലെ ഉണ്ടായിരുന്നു. അത്യാവശ്യം മുട്ടയൊക്കെ ഇട്ടിരുന്നു. പിന്നെ ഞാൻ അവരെ കൊടുത്തു. നമുക്ക് താറാവും കോഴിയും എല്ലാം കൂടി മാനേജ് ചെയ്യാനാവാത്തത് കൊണ്ട് ഞാൻ ഒഴിവാക്കിയതായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക.